ഹായ്, നമസ്കാരം കൂട്ടുകാരെ. താളന്തവരയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ അതുപോലെ തന്നെ രാവിലെ അടുക്കളയിലേക്ക് കയറിയിട്ടുണ്ട്. ഇന്ന് പലഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. ഇന്ന് പലഹാരം ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കറിയുണ്ടയാണ്. കറിയുണ്ടൊക്കെ ആവശ്യമായ കടലയെല്ലാം ഇന്നലെ കിടക്കുമ്പോൾ തന്നെ ഞാൻ പുറത്ത് വെച്ചിട്ട് കിടന്നതാണ്. അപ്പോൾ അതുണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് കണ്ടു നോക്കാം. തേങ്ങ ചുട്ടെടുത്തതാണിത്. ഇങ്ങനെ ഒന്ന് ഇതിൻ്റെ കരിയെല്ലാം കളഞ്ഞ് നന്നാക്കിയെടുക്കാം. ഇത് ചുട്ടെടുത്ത തേങ്ങ നന്നാക്കി വെച്ചിട്ടുണ്ട്. അതിന് ഒന്നിച്ച് കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് ജീരകം, കറുവപ്പട്ട, വെളുത്തുള്ളി, കുരുമുളക്, ഇത്രയും സാധനം കൂട്ടി നമുക്ക് അരച്ചെടുക്കാം. ഇത് കറി കൊണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കടല വേവിച്ചെടുത്തതാണ്. ഞാൻ കടലയും തക്കാളിയും ഉള്ളിയും ഉപ്പും മഞ്ഞൾപ്പൊടിയെല്ലാം ഇട്ടിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അത് ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യമായ വെള്ളവും ചേർത്ത് കൊടുത്തിട്ട് പിന്നെ തിളപ്പിച്ചെടുക്കാം. കടലക്കറിക്ക് ആവശ്യമായ വെള്ളമെല്ലാം കൂട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ കാണുമ്പോൾ കളറില്ല ഒട്ടും. അത് തിളച്ച് വരുമ്പോൾ നല്ല കളർ കിട്ടും കേട്ടോ. ഇപ്പോൾ തേങ്ങ ചുട്ടതിൻ്റെതും അതിൻ്റെ എല്ലാം ആയതുകൊണ്ട് കളറ് ചെറിയൊരു കുറച്ച് ലൂസാക്കിയിട്ടാണ് എടുത്തത്. നമുക്ക് ഇതിലേക്ക് ഉണ്ട ഇട്ട് വേവിക്കണമല്ലോ. ചെറിയ ഉണ്ടകളാക്കിയിട്ട് ഇട്ടിട്ട് വേവിക്കണം ഇത്. അപ്പോൾ അത് കുറച്ച് ലൂസാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഉണ്ട ഉണ്ടാക്കണ്ടേ, കുഞ്ഞുണ്ട ഉണ്ടാക്കണം. അപ്പോൾ അത് തിളച്ച് വരുമ്പോൾ നമുക്കത് ഉണ്ടാക്കിയെടുക്കാം. കറി നമുക്ക് മൂടി വെക്കാതെ തിളച്ച് വരട്ടെ. അപ്പോഴേക്ക് നമുക്ക് ഉണ്ടാക്കേണ്ട പരിപാടി നോക്കാം. ഇത് ഉണ്ടക്ക് ആവശ്യമായ അരി ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട്. തേങ്ങയും ഉപ്പും മാത്രം ഇട്ട് അരച്ചതാണിത്. വേറെ ജീരകവും അങ്ങനെ ഒന്നും ചേർത്തില്ല. ഇനിയിപ്പോൾ നമുക്കിനി ചെറിയ ഉണ്ടയാക്കിയിട്ട് കറി തിളച്ച് വരുമ്പോൾ നമുക്കിനി ചെറിയ ഉണ്ടയാക്കിയിട്ട് എടുത്ത് വെക്കണം. ചെറിയ ഉണ്ടയാക്കിയിട്ട് എടുത്ത് വലിയ ഉണ്ടായി കഴിഞ്ഞാൽ വേവാൻ ബുദ്ധിമുട്ടാവും. കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ബാക്കി നമ്മൾ ഉണ്ട ഇട്ട് ചെയ്യുമ്പോൾ അതിൽ തിളക്കും. ഞാൻ കറി ലേശം നീക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതെന്ന് വെച്ചാൽ ഇത് ഉണ്ട ആക്കി വെച്ചിട്ടുണ്ട്. കറിയും അരിയും കുറച്ചൊന്നും ആക്കിയിട്ടുണ്ട്. ഇത്രയും ഒന്നിച്ചാക്കിയാൽ ഞങ്ങൾക്കിടെ രണ്ടുപേരേ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അത്രയും ഉണ്ടാക്കി ബാക്കിയാവും. കുട്ടികളെല്ലാം ഉണ്ടാകുന്ന സമയത്തെങ്കിലും ഇതെല്ലാം ആവശ്യമാണ്. ഇപ്പോൾ ഞങ്ങൾ രണ്ടാൾ മാത്രം ആയതുകൊണ്ട് ഇത്ര പേരെ കൊണ്ട് പറയും. അപ്പോൾ ബാക്കിയില്ലേ വൈകുന്നേരത്തേക്ക് ഉണ്ടാക്കാമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. കുട്ടികൾക്കെല്ലാം ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പലഹാരമാണിത്. അപ്പോൾ നമുക്ക് ഈ ഉണ്ടായിട്ടേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ഇത്തിരി സിമ്മിൽ വെച്ചിട്ട് ചെറിയ തീയിൽ വേവണം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉള്ളിയും കറിവേപ്പിലയും കൂടി മൂപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതും കൂടി ഇടാം. അങ്ങനെ നമ്മുടെ കറി ഉണ്ട റെഡി ആയിട്ടുണ്ട്. അല്ലേ, നല്ല ടേസ്റ്റിലൊരു അപ്പാണിത്. ഞാൻ കറിയുണ്ട് ഇങ്ങോട്ട് ചായ കുടിക്കുകയാണ്. നിങ്ങൾ കണ്ടില്ലേ കറി ഉണ്ട ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത്? നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളും എല്ലാവരും ഒന്ന് അതുപോലെ ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഞാൻ എപ്പോഴും പറയുന്ന കണക്ക് തന്നെ എല്ലാം ചെയ്തത്. അപ്പോൾ ഇനിയിപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണും വരെ ഗുഡ് ബൈ.